ശശികുമാർ സർ. നമസ്തേ. നമസ്തേ. പറയാനുള്ളതൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞു. ഐ തിങ്ക് യെസ്റ്റർഡേയോ ഡേ ബിഫോർ യെസ്റ്റർഡേയോ എൻ്റെ കുറച്ച് കുട്ടികൾക്ക് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രോബബ്ലി റീഡിങ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് തന്നെ വലിയൊരു ആർട്ടാണ്. അതിലൂടെ കോംപ്രഹെൻഷൻ പഠിക്കാം, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, വൊക്കാബുലറി ക്യാപ്ചർ ചെയ്യാം. കുട്ടികൾക്ക് മിക്കവാറും ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏത് വിഷയം എടുത്താലും, അത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ് ഒക്കെ എടുക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുന്ന വാക്കുകളുടെ അർത്ഥം പോലും അറിയില്ല. എനിക്കറിയില്ല, ഈ ടീച്ചേഴ്സ് വളരെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം ഡിക്ഷണറി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് കുട്ടികൾ സ്ഥിരം ഉപയോഗിക്കേണ്ടത് ഡിക്ഷണറിയാണ്. ദർ ഈസ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ബെസ്റ്റ് ബുക്ക് ഇൻ ദ വേൾഡ്? ആൻഡ് ഐ കീപ് ആൻസറിങ് ഡിക്ഷണറി ഈസ് ദ ബെസ്റ്റ് ബുക്ക് ഇൻ ദ വേൾഡ് എന്ന്. പിന്നെ ഹൈലി ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ സബ്ജക്റ്റുകളൊക്കെയാണ് ആക്ച്വൽ ബാക്കി വിഷയങ്ങളുടെ ലാംഗ്വേജ്. സോ ഇഫ് യു ആർ ഗുഡ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്, ബാക്കി സബ്ജക്റ്റുകളൊക്കെ വളരെ എളുപ്പമായി തരും, ഇൻക്ലൂഡിങ് ഹിസ്റ്ററി, ജിയോഗ്രഫി. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ മാത്തമാറ്റിക്സ് ഉണ്ടാവും. I keep saying there is only two languages. To talk to common people you need mother tongue or other tongue, and to talk to subjects you need mathematics. അപ്പോൾ ഈ രണ്ട് ലാംഗ്വേജസ് ആണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിന്. ഞാൻ രണ്ട് വിഷയമാണ് പഠിപ്പിക്കുന്നത്. വൺ ഈസ് ക്യാമ്പസ് ടു കോർപ്പറേറ്റ്, ഞാൻ മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത് അവിടെ. ദെൻ അനദർ വൺ ഈസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അവിടെയും മാത്തമാറ്റിക്സാണ് പഠിപ്പിക്കണം. കാരണം കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ഇംഗ്ലീഷ്, ഇറ്റ് ഈസ് നോട്ട് മലയാളം, ഇറ്റ് ഈസ് ലോജിക്കൽ തിങ്കിങ്. ദ ലോജിക്കൽ തിങ്കിങ് വിൽ കം, ക്രിയേറ്റിവിറ്റി വിൽ കം ഓൺലി വെൻ യു ഹാവ് ദാറ്റ് എബിലിറ്റി. ആ എബിലിറ്റി ശരിക്കും ഉണ്ടാക്കിയെടുക്കണം കുട്ടികളിൽ. പിന്നെ ബാക്കി വിഷയങ്ങളൊക്കെ പഠിക്കാൻ എളുപ്പമായി തീരും, ഏത് വിഷയവും പഠിക്കാം. ഐ തിങ്ക് ദിസ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു ആഡ്. Before we move ahead with the agenda of today's meeting, let me take this opportunity to introduce the eminent personalities with us. Bright Minds Academy is a consortium. It's a consortium of able-bodied industrialists, academicians, scientists, administrators who have proved themselves in different walks of life. പല മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. Let me introduce ശശികുമാർ സർ. സർ, ശശികുമാർ സാറിനെ പറ്റി എല്ലാവർക്കും കാണാമല്ലോ. ശശികുമാർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ he's a space scientist and a motivational speaker. നമുക്ക് സാറിന്റെ ഈ പ്രസൻസ് ഈ throughout the journey നമുക്കൊപ്പം സാർ ഉണ്ടാകും. He has authored a few books too. സാർ ഇപ്പോൾ ഹൈദരാബാദിൽ സെറ്റിൽഡ് ആണ്. സാർ JNTUH യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ HOD കൂടെയാണ്. രണ്ടു വാക്ക് സംസാരിക്കാൻ സാറിനെ ക്ഷണിക്കുന്നു. സർ പ്ലീസ്. സ്മിതക്ക് എന്തെങ്കിലും രണ്ട് ചോദ്യം ചോദിക്കാനോ? ഉത്തരം പറയാൻ. സർ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടായ സർ കാണുന്ന ഡ്രോബാക്ക് എന്താണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്? നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് അവരെ എങ്ങനെ മാറ്റിയെടുക്കാൻ സർ കരുതുന്നു? സ്റ്റുഡൻസിന് ഒറ്റ പ്രോബ്ലം ഉള്ളൂ, ദേ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസ്. സോ ദേ ആർ ഇൻ എ റോങ് പ്ലേസ്. അത് ഉണ്ടാക്കിയെടുത്തത് ടീച്ചേഴ്സാണ്. കാരണം ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും ക്വസ്റ്റ് ഉള്ളവരാണ്. ദേ കീപ് ആസ്കിങ് ക്വസ്റ്റ്യൻ. ചുറ്റും കാണുന്ന കുറേ സാധനങ്ങൾ എടുത്ത് അതെന്താണെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. സോ മേ ബി ആഫ്റ്റർ സം ടൈം ദേ സ്റ്റോപ്പ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ബിക്കോസ് വി ഫീഡ് ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പം തന്നെ I can speak for hours together without test of. But actually I don't like to speak to anyone because if there are no questions, nobody want to learn anything, why should I speak?
സാധാരണ ക്ലാസ്സുകളിൽ പോയിട്ട് ഇഫ് എ ടീച്ചർ ഈസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റുഡൻസ്, വൈ ആർ യു ടീച്ചിങ്? ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ലോവസ്റ്റ് ക്ലാസ്. പ്രോബബ്ലി യു ഹാവ് ടു ഗിവ് സം ഡാറ്റ. കുറച്ച് ഹയർ ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും യു മസ്റ്റ് ബി ഏബിൾ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇന്ന് സിലബസ് ആർക്ക് വേണമെങ്കിലും വായിച്ച് പഠിക്കാം. സോ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹയർ ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നത്. ബിക്കോസ് ദേ ക്യാൻ ലേൺ. ഇറ്റ്സ് ഓൾ ഇംഗ്ലീഷ് ആൻഡ് യു ഹാവ് ഡിക്ഷണറി. ടീച്ചേഴ്സിന് വലിയൊരു ബുദ്ധിയും കുട്ടികൾക്ക് ബുദ്ധിയില്ലായ്മയൊന്നുമില്ല. പക്ഷേ ഇതൊരു റൊട്ടീനാണ്. ഐ കീപ്പ് ഓൺ ബ്ലാ 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 ആൻഡ് നോബഡി അണ്ടർസ്റ്റാൻഡ്സ് എനിത്തിങ് ഔട്ട് ഓഫ് ഇറ്റ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദ ക്വസ്റ്റ്. ആ ക്വസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും വലിയ അത്യാവശ്യം. അതിന് കുറച്ച് സ്പേസും, വി നീഡ് എ സ്പേസ്. നോ, വിത്തൗട്ട് ദറ്റ് ക്വസ്റ്റ് ഇഫ് യു സ്റ്റാർട്ട് ലിസണിങ് ഇറ്റ് ബിക്കംസ് യൂസ്ലെസ്. ആ ക്വസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഈ ന്യൂ ജനറേഷൻ വിൽ ബി ഡു മച്ച് ബെറ്റർ ദാൻ എനിബഡി എൽസ് ഇൻ ദ വേൾഡ്. കാരണം ഡാറ്റ, ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ എവരിവെയർ. So only thing you need a little direction for them. That's good enough. If you're not satisfied, you could ask me more questions on that. Subsidiary questions on that. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണം. സാറിന്റെ വില്ലിംഗ്നെസ് ടു ഹെൽപ്പ് us എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പേരൻസിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാവണം. യു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇവരിൽ നിന്നെല്ലാം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മൾ you squeeze out the maximum so that you reach the goal of your life.